Hi all, നമ്മൾ ലാസ്റ്റ് പ്രീവിയസ് വീഡിയോസിലൂടെ നമ്മൾ ഫോഴ്സ് ഓഫ് ബോയൻസി, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, സ്റ്റെബിലിറ്റി ഓഫ് സബ്മേർജ് ബോഡീസ്, അതിൽ തന്നെ ബോഡീസ് സ്റ്റേബിൾ, അൺസ്റ്റേബിൾ ആൻഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം കണ്ടു. ഈ വീഡിയോയിൽ നമ്മൾ ഫ്ലോട്ടിംഗ് ബോഡീസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോട്ടിംഗ് ബോഡീസിന്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് വാട്ട് ഈസ് മെറ്റാസെന്റർ ആൻഡ് മെറ്റാസെൻട്രിക് ഹൈറ്റ് ഫോർ എ ഫ്ലോട്ടിംഗ് ബോഡി ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ്ലി വി ആർ ഗോയിങ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് വാട്ട് ഈസ് മെറ്റാസെന്റർ. So suppose you have an object like this. നമുക്കൊരു object എടുക്കുകയാണെങ്കിൽ whose center of gravity is this one, okay, and whose center of buoyancy is this one, and നമ്മൾ ഇതിനൊരു ചെറിയ ടിൽറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് വിത്ത് വെരി സ്മോൾ ആംഗിൾ തീറ്റ. അപ്പൊ ഇതിനൊരു ചെറിയ ടിൽറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷൻ മുകളിലോട്ട് ടിൽറ്റ് ആവും, ഈ പൊസിഷൻ താഴോട്ട് ടിൽറ്റ് ആവും. അപ്പം ഇത് n എന്ന പൊസിഷനിൽ നിന്ന് ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യും, n ഡാഷ് എന്നുള്ള പൊസിഷനിലേക്ക് വരും, L എന്ന പൊസിഷൻ L ഡാഷ് എന്നുള്ള പൊസിഷനിലേക്ക്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു സ്മോൾ ആംഗിൾ തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് ഇങ്ങനെ ടിൽറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ആ ചെറിയ ഡിസ്പ്ലേസ്മെന്റ്, അങ്ങോട്ട് ടു ആൻഡ് ഫ്രോ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് ഒരു സെൻട്രൽ പോയിന്റിന്റെ മുകളിൽ നിന്ന്, അതായത് ആ സെൻട്രൽ പോയിന്റിന്റെ മുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ആക്ട് ചെയ്യുന്നത്. ആ സെൻട്രൽ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റാ center. So metacenter is the point about which the body starts to oscillate whenever we are giving a small angular displacement. Okay, അല്ലെങ്കിൽ suppose again the same body, നമ്മൾ ആ സെയിം ബോഡിയുടെ this is the normal axis through which the center of gravity act. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോയൻസി ഫോഴ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ ഇതിന് ഒരു ടിൽറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്റർ ഓഫ് ബോയൻസി ഈ പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യും, കുറച്ചൊന്നോട്ട് ഡിസ്പ്ലേസ് ചെയ്ത് പുതിയ പൊസിഷനിലേക്ക് പോകും. ആ പുതിയ പൊസിഷനാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് B1. അപ്പോൾ ആ പുതിയ പൊസിഷനിൽ നിന്ന് ആ പുതിയ പൊസിഷന്റെ ലൈൻ സപ്പോസ് ഈ രീതിയിലാണ് ഫോഴ്സ് ഓഫ് ബോയൻസി ആക്ട് ചെയ്യുന്നത് വെച്ചാൽ ആ ഫോഴ്സ് ഓഫ് ബോയൻസിയിലൂടെ ഞാനൊരു ലൈൻ മുന്നോട്ട് വരയ്ക്കുകയാണെങ്കിൽ അത് എവിടെയാണോ ഒറിജിനൽ നോർമൽ ആക്സിസിനെ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെ നമുക്ക് എന്ത് പറയാം, മെറ്റാസെന്റർ. ഇറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഓഫ് ബോയൻസി മീറ്റ്സ് ദി നോർമൽ ആക്സിസ്. ആ പോയിന്റിനെ നമുക്ക് എന്ത് പറയാം, മെറ്റാസെന്റർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മെറ്റാസെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്കൽ നമുക്ക് എന്ത് പറയാം, ഏത് പോയിന്റ് ആണോ എവിടെ നിന്നാണോ വെച്ചിട്ട് ആ പോയിന്റിൽ നിന്ന് ഓസിലേറ്റ് ചെയ്യുന്നു ആ പോയിന്റിനെ നമുക്ക് മെറ്റാസെന്റർ എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം, ഫോഴ്സ് ഓഫ് ബോയൻസി എന്ന ലൈനും നോർമൽ ആക്സിസിന്റെ ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയും നമുക്ക് എന്ത് പറയാം, മെറ്റാസെന്റർ എന്ന് പറയാം. ഓക്കെ, ഇനി വാട്ട് യു മീൻ ബൈ മെറ്റാസെൻട്രിക് ഹൈറ്റ്. മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ M എന്ന പോയിന്റിൽ നിന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസിന്, അതായത് GM-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ എമ്മിന്റെ പൊസിഷനും ജിയുടെ പൊസിഷനും വെച്ചിട്ട് നമ്മുടെ ഇതിന്റെ സ്റ്റെബിലിറ്റി ഡിസ്കസ് ചെയ്യും. സ്റ്റെബിലിറ്റി നമ്മൾ നേരത്തെ സബ്മേർജ് ബോഡിയുടെ സ്റ്റെബിലിറ്റി കണ്ടതാണ്, 3 സ്റ്റേജസ് ഉണ്ടല്ലേ, സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആൻഡ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. അപ്പൊ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ the position of M will be always above G. M will be always above G. Okay, in unstable equilibrium ആണെങ്കിൽ M will remain lower to below G. Okay, ഇനി ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ M ഉം G യും എന്ത് ചെയ്യും, കോയിൻസൈഡ് ചെയ്യും. ഇനി നമുക്ക് ആ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എങ്ങനെയാണ് വരുന്നത് നോക്കാം. സപ്പോസ് if I have a object like this whose center of gravity is here as G and center of buoyancy is over here, so you have a force W acting downward and FB acting upward. Now if I am trying to give a small angular displacement, what happens is this force of buoyancy displays to new position, the center of buoyancy displays to new position over here, B1. Okay, now I have a disturbing couple in clockwise direction over here, and see here the weight still act downward, right? Weight is acting downward and forces buoyancy is acting upward. So I have this creates a couple, this W and FB creates a couple which is acting in anti-clockwise direction, right? W is acting in this direction, FB is directing, so here this is acting in an anti-clockwise direction. So you have a disturbing couple in clockwise direction and the anti-clockwise returning couple. So what happens is whenever the body has a disturbing couple in a clockwise direction,
immediately the anti-clockwise couple will act. So this will bring up this object back to its original position. So whenever it returns to original position again, we can call that it is in stable equilibrium. അപ്പോൾ ഇവിടെ റിട്ടേണിംഗ് കപ്പിൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്ത് പറയാം, നമുക്ക് ഇത് ആ ഫ്ലോട്ടിംഗ് ബോഡീനെ അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള ഒരു ഫ്ലോട്ടിംഗ് ബോഡിയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ സെന്റർ ഓഫ് ബോയൻസി ആണ് ഷിഫ്റ്റ് ചെയ്യുന്ന ബിയിൽ നിന്ന് B1ലേക്ക്. എന്നിട്ട് ആ B1 നിന്ന് വെർട്ടിക്കൽ ലൈനിലേക്ക് നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ M എന്ന് പറയും. നമ്മൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൊടുക്കുമ്പോൾ തിരിച്ച് റിട്ടേൺ കപ്പിൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. നേരെ റിവേഴ്സ് ആയിരിക്കും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നമുക്ക് നോക്കുക, M will be below B. ഓക്കെ, ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി, നമ്മൾ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഈ സൈഡ് ഡയറക്ഷനിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ നോക്ക് FB എന്നുള്ളത് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. FB ഓക്കെ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് പോവുക, കാരണം വെയിറ്റ് എന്നുള്ളത് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഫൈൻ. ആക്സിസ് സെൻട്രൽ ആക്സിസ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, FB ഇങ്ങോട്ടാണ്. അതായത് M എന്ന പൈവറ്റ് പോയിന്റ് നിന്ന് രണ്ട് ഡയറക്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ W ഇങ്ങോട്ടും FB ഇങ്ങോട്ടും. സോ ദ റിട്ടേണിംഗ് കപ്പിൾ ഈസ് ഇൻ അഗെയിൻ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമ്മൾ കൊടുക്കുന്ന ഡിസ്റ്റർബിംഗ് കപ്പിളും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, റിട്ടേൺ കപ്പിളും എന്ത് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ രണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുമ്പോൾ എന്ത് സംഭവിക്കും, ദിസ് ബോഡി വിൽ ഓവർടേൺ, ദിസ് ബോഡി വിൽ ഓവർടേൺ. അപ്പൊ ഓവർടേൺ ചെയ്യുവാണെങ്കിൽ ആ ഫ്ലോട്ടിംഗ് ബോഡി എന്തായിരിക്കില്ല, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കില്ല, ദറ്റ് വിൽ ബി ഇൻ അൺസ്റ്റേബിൾ equilibrium. And last one എന്താണ്, ന്യൂട്രൽ equilibrium. ന്യൂട്രൽ equilibrium ആണെങ്കിൽ it will be having same metacenter and center of gravity at the same point. G and M will be at the same point. So whatever happens, its position won't change. So it will be always in neutral equilibrium. ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ളത് മെറ്റാസെൻട്രിക് ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ അതിന് രണ്ട് മെത്തേഡ് ഉണ്ട്, ഒന്ന് അനലിറ്റിക്കൽ മെത്തേഡ്, അടുത്തത് എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡ് എന്താണ്, എങ്ങനെ നമുക്ക് ഇത് ചെയ്യാം, എങ്ങനെ നമുക്ക് മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാം എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.